തിരൂരിൽ ഇതുവരെ കൈക്കൊണ്ട നടപടികളെക്കുറിച്ചുള്ള കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുള്ളത് എന്നതാണ് സച്ചിൻ ദേവ് എംഎൽഎ നേരത്തെ പറഞ്ഞത്. മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചില സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആധികാരികമായി ഒന്നുകൂടി അതിന്റെ ഒരു ആഴത്തിലുള്ള പരിശോധനയും അത് ഒന്നുകൂടി ബലപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു പരിശോധനയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മേജർ രാജേന്ദ്രൻ ഇപ്പോൾ അദ്ദേഹം ബോട്ടിൽ ആ സ്പോട്ടുകളിലേക്ക് ഒന്നുകൂടെ പോയിട്ടുണ്ട്. ചില വ്യക്തതകൾ ഒന്ന് ആധികാരികമായി ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ്. അതിപ്പം മേജർ രാജേന്ദ്രൻ തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹവുമായി സംസാരിച്ചാൽ മാത്രമേ അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷയുള്ള തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ തീർച്ചയായും നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് മുന്നിൽ വലിയ പ്രതീക്ഷ തന്നെയാണ്. ഏതൊരു ഘട്ടം എത്തി നിൽക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും സൂചനകളോ അർജുനെ കണ്ടെത്തി എന്നുള്ള തരത്തിലുള്ള സൂചനകളോ അങ്ങനെ ഏതെങ്കിലും ഇതിപ്പം നമുക്ക് ഇപ്പം ഏറ്റവും ഒടുവിലായി നമുക്കിപ്പോൾ കാര്യത്തിൽ ആധികാരികമായി പറയാൻ കഴിയുക ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമായി ഔദ്യോഗികമല്ലാതെ നമുക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള സൂചന ലഭിക്കും. ഇല്ല, നമ്മൾ ഈ സ്പോട്ടിൽ ഉണ്ടെങ്കിലും നമ്മൾ പിന്നെ മേജർ ഇന്നലെ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങളും അതോടൊപ്പം തന്നെ ഇന്ന് മേജർ രാജേന്ദ്രൻ അദ്ദേഹം എക്സ്പെർട്ടാണ്, അദ്ദേഹവും പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതിന്റെ പൂർണ്ണമായ രൂപം കിട്ടണമെങ്കിൽ മേജർ രാജേന്ദ്രൻ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ MLA-മാരുണ്ട്, MP ഉണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. അവരെല്ലാം കൂട്ടായി ഈ കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒരു നല്ല വാർത്ത വരും മണിക്കൂറുകൾ ലഭിക്കും എന്ന് MLA അങ്ങനെ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുള്ളൂ. നമുക്ക് മറിച്ചൊരു പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വെക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ എല്ലാ ഘട്ടത്തിലും ആ പ്രതീക്ഷ കൈവിടാതെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ തുടരുകയാണ്. ഈ മന്ത്രിമാരുടെ സംഘം ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അല്ല സന്ദർശനം അടങ്ങുമോ എന്താണ്? ബഹുമാനപ്പെട്ട മന്ത്രി വന്നതിന് ശേഷമാണ് ആ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായി പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇടവേള.